ശിഹാബ് തങ്ങളുടെ വേർപാടിന് 11 വർഷമായിരിക്കുകയാണ്. 2009 ഓഗസ്റ്റ് 1 ശിഹാബ് തങ്ങൾ വിട പറഞ്ഞ തീയതി. അറബ് മാസപ്രകാരം ഷാബാൻ വീണ്ടും തങ്ങളുടെ ഓർമ്മകളുമായി വന്നെത്തുകയാണ് നമ്മളിലേക്ക്. മാത്രവുമല്ല, ഇത്തവണത്തെ ഷാബാൻ വന്നു നിൽക്കുന്ന ഏപ്രിൽ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 4 പതിറ്റാണ്ടോളം കാലം ശിഹാബ് തങ്ങളുടെ ജീവിതത്തിൻ്റെ സഹയാത്രികയായി, കുടുംബത്തിൻ്റെ നായികയായി നിലകൊണ്ട സയ്യിദ ഷെരീഫ ഫാത്തിമ ബീവി അവர்கள் വിട പറഞ്ഞ മാസം കൂടിയാണ്. ഈ ദിവസം തങ്ങളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് രക്തബന്ധത്താലും ആത്മബന്ധത്താലും തങ്ങളോട് ചേർന്ന് നടന്ന പ്രിയപ്പെട്ടവർ കുടപ്പനക്കൽ വീടിൻ്റെ മുറ്റത്തും പാണക്കാട്ടെ ഖബർസ്ഥാനിലുമെല്ലാം ചെന്ന് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ കുടുംബത്തോട് ക്ഷേമാന്വേഷണം നടത്തുകയുമാണ്. ഈ ദിവസം ജ്യേഷ്ഠ സഹോദരൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഹിച്ച പദവികൾ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വിയോഗാനന്തരം ഏറ്റെടുക്കുകയും ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, മത, സാമൂഹിക മണ്ഡലമാകെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജ്യേഷ്ഠ സഹോദരനുമായി ഉള്ള ബാല്യം തൊട്ടേയുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ബാല്യത്തിലെ പിതാവിൻ്റെ തിരക്കേറിയ പൊതുജീവിതം, ഉമ്മയുടെ വേർപാട്, കുടുംബത്തിലെ നേതൃസ്ഥാനത്ത് ജ്യേഷ്ഠ സഹോദരനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹവാത്സല്യങ്ങളാണ് ഏറെയുമുള്ളത്. തങ്ങൾ കോഴിക്കോട്ടേക്ക് പഠനത്തിന് പോയപ്പോഴും, സ്കൂൾ പഠനാനന്തരം മതവിദ്യാഭ്യാസത്തിന് പോയപ്പോഴും, തുടർന്ന് ഈജിപ്തിലേക്ക് പോയപ്പോഴും അതിൻ്റെ നഷ്ടബോധം തങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. ആ കാലത്തെ, കുട്ടിക്കാലത്തെ ഓർമ്മകൾ, കാക്ക കോഴിക്കോട് പഠിക്കുന്നത്, അപ്പോൾ അന്ന് കുട്ടിയാണല്ലോ ആ ഒരു പ്രായം എന്ന് പറയുന്നത്. അന്നത്തെ ഓർമ്മകൾ മനസ്സിലുള്ളത്. ജ്യേഷ്ഠ സഹോദരൻ, ഞാൻ വല്ലിക്കാക്ക എന്ന് വിളിച്ചിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് MM ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ആ കാലം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഞാനും അന്ന് വാപ്പയുടെ കൂടെ കോഴിക്കോട് പോകാറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം തന്നെ ഞങ്ങൾക്ക് ഒന്നിച്ച് അവിടെ ഇരിക്കുവാൻ സാധിച്ചു. അന്ന് തന്നെ ആ കോളേജും സ്കൂളും എല്ലാം ഞങ്ങൾ കണ്ടു. പിന്നെ അറബി ഭാഷയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ശിഹാബ് തങ്ങൾക്ക് വലിയ പ്രാവീണ്യമുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോൾ നോക്കിയാലും വീട്ടിൻ്റെ മുകളിലുള്ള ആ തേങ്ങാക്കൂട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ധാരാളം ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ മറ്റ് മാസികകളും, പ്രത്യേകിച്ച് അറബി മാസികകളെല്ലാം തന്നെ അവിടെ ഉണ്ടായതായി എനിക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ പല മാസികകളിലേക്കും ലേഖനം എഴുതിയിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അന്നൊന്നും പിന്നെ ഉള്ളതുപോലെയുള്ള തിരക്കുകളൊന്നും അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എഴുതുവാനും വായിക്കുവാനും എല്ലാം ധാരാളം സമയം അവർക്ക് ലഭിച്ചിരുന്നു. ആ ഓർമ്മയാണ് എനിക്കിവിടെ പറയാൻ ഉള്ളത്. അതേപോലെ തന്നെ പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് പോയപ്പോൾ
പാണക്കാട്ടുകാർക്ക് തന്നെ ഒരു വലിയ ഉത്സവമായിരുന്നു. കാരണം അത്രയും വിദൂര സ്ഥലത്തേക്ക് പഠിക്കാൻ പോകുന്നത് അപൂർവമായിരുന്നു, ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തവണ ഈജിപ്തിൽ നിന്ന് സഹോദരൻ പാണക്കാട്ട് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാടാമ്പുഴ അവിടെ യാർത്തിങ്ങൽ എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു പരിപാടി കഴിഞ്ഞ് വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞ അതേ സ്വരത്തിൽ തന്നെ, അതേ ശബ്ദത്തിൽ തന്നെ എനിക്കിങ്ങോട്ട് കേൾക്കുവാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് ഇങ്ങനെ ആ ശബ്ദം ഇവിടെ കേൾക്കാൻ സാധിച്ചത്, നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ടൈപ്പ് റിക്കാർഡ് അദ്ദേഹം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ആ അത്ഭുതകരമായ സംഭവമാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. ആ ടേപ്പ് റെക്കോർഡർ തന്നെ അന്ന് ഇവിടെ ഈ പരിസരദേശത്തൊക്കെ ഒരു പുതിയ അനുഭവമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വരാറുണ്ടായിരുന്നു. ഇവിടെ പരിസരത്തുള്ളവരൊക്കെ ഈ ടേപ്പ് റെക്കോർഡർ കാണാനും അതിലെ പാട്ട് കേൾക്കാനൊക്കെ വരാറുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. കാണാൻ വേണ്ടിയിട്ട് വല്ലതും വന്നിരുന്നു. ഈജിപ്ത് പോകുന്നതിന് മുമ്പും ഒരുമിച്ചുള്ള യാത്രകളുണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ച് കുടുംബത്തിലെ യാത്രകൾ. അപ്പോൾ കുറുവയിലെ പഴവള്ളൂരിലെ വീട്ടിലേക്ക്, അതുപോലെ കോഴിക്കോട്ടേക്ക് തന്നെയുള്ള ബന്ധു വീടുകളിലേക്കുള്ള കുടുംബ വീടുകളിലേക്കുള്ള യാത്രകൾ, അങ്ങനെയുള്ള യാത്രകളുടെ ഒരു ഓർമ്മകൾ എന്താ ഉള്ളത്? അന്ന് നമ്മുടെ ഉമ്മാൻ്റെ നാടായ പഴമള്ളൂരിലേക്ക് ഞങ്ങളെല്ലാം പോയിരുന്നു. നമ്മുടെ ഉമ്മയുടെ വാപ്പ വലിയാപ്പയും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ഒഴിവ് സമയങ്ങളിലാണ് അങ്ങോട്ട് പോകാറ്. അപ്പോൾ അവിടെ നമുക്ക് അവരെല്ലാം കോഴി ഇറച്ചിയും അതേപോലെ തന്നെ മറ്റ് വിഭവങ്ങളും തരുകയും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുളത്തിൽ പോയി കുളിക്കുകയും ചെയ്തിരുന്ന അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. ഈ യാത്രയിൽ സഹോദരന്മാർ എല്ലാവരും ഒരുമിച്ചായിരുന്നു? അന്ന് കുടുംബത്തിലേക്ക് അധികം രാത്രിയാണ് വാപ്പ പോകാറ്, ഒഴിവ് ഉണ്ടാകല്. അപ്പോൾ അങ്ങോട്ടല്ല കുടുംബത്തിലേക്കും വാപ്പ ഞങ്ങൾ കൊണ്ടുപോകും, ഒരുമിച്ച് കൊണ്ടുപോകും. വാപ്പയും ഞങ്ങളെ സഹോദരന്മാരും അമ്മായിയും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ജ്യേഷ്ഠനും തങ്ങൾ ഒരുമിച്ച് ഉള്ള യാത്രകൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ശാബ്ദങ്ങളും ഒത്തിങ്ങനെ ഒരുമിച്ചുള്ള യാത്രകൾ ഈജിപ്ത് പോകുന്നതിന് മുമ്പും പിന്നെ ശേഷവും ഒരുമിച്ച് വിദേശയാത്രകൾ ചെയ്തിട്ടുണ്ടോ? വിദേശയാത്ര പിന്നെ ദുബായിൽ പോയിട്ടുണ്ട്. അതിനുള്ളായിരുന്നു. ആ കുട്ടിക്കാലത്താണെങ്കിലും പിന്നീടാണെങ്കിലും ആ യാത്രകൾക്കിടയിലൊക്കെ എന്താണ് സംസാരങ്ങൾ കാര്യമായിട്ടുണ്ടാവുക? എന്തൊക്കെയാണ് പറയുക? ഒരു ചരിത്രം പഠിപ്പിക്കുക, ഉപദേശിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികൾ ഉണ്ടായിരുന്നല്ലോ. ശരിക്ക് പഠിക്കുവാൻ വേണ്ടി പറയുക, അതേപോലെ തന്നെ മറ്റ് പുസ്തകങ്ങളും ചരിത്രങ്ങളുമെല്ലാം പഠിക്കുക, നമ്മുടെ പൂർവികരെ സംബന്ധിച്ച് അറിവ് നേടിയെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയിരുന്നു അധികവും പറയാറുണ്ടായിരുന്നു. വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ വലിയ വലിയ സങ്കല്പം ഉണ്ടായിരുന്നതാണല്ലോ മൂപ്പര്. അപ്പോൾ വസ്ത്രധാരണം, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റ രീതികൾ, നടത്തം എങ്ങനെ വേണം, ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഞാനന്ന് അത്ര ഈ വസ്ത്രധാരണത്തിൽ ആ ചെറുപ്പമാണല്ലോ. അപ്പോൾ ആ കുട്ടിക്കാലത്ത് അത്ര നല്ലൊരു രീതിയിലുള്ള വസ്ത്രധാരണം ആയിരുന്നില്ല, ഒരു മുഷിഞ്ഞ വേഷമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ജ്യേഷ്ഠൻ പറയും, എന്താ ഇങ്ങനെ ഈ മുഷിഞ്ഞ വേഷത്തോടു കൂടി നല്ല നല്ല വസ്ത്രം ഇട്ട് പോയിക്കൂടെ പറയും. വാപ്പയായിട്ട് ബന്ധപ്പെട്ട് ഇക്കാക്കയും വാപ്പയുമായി ബന്ധപ്പെട്ട ഓർമ്മകളെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പുറത്ത് കുറേ വലിയ കുട്ടിയായിട്ടും മുതിർന്ന കുട്ടിയായിട്ടും ഒരു ദിവസം പുറത്തിറങ്ങിയപ്പോൾ തൊപ്പി വെക്കാത്തതിന് തൊപ്പി വെച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു. അപ്പോൾ ആ വാപ്പയും ജ്യേഷ്ഠനുമായിട്ടും പിന്നെ ജ്യേഷ്ഠനും നിങ്ങളുമായിട്ടൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉപദേശങ്ങളുടെയും ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പറഞ്ഞതും പെരുമാറ്റ രീതികളെക്കുറിച്ചൊക്കെ പറയുന്ന പോലുള്ള അതിലുള്ളൊരു അനുഭവങ്ങൾ എന്താണ്? കാപ്പ അന്ന് ജ്യേഷ്ഠനെ പറ്റി എങ്ങോട്ടേക്കും പാപ്പ തിരക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പറയും, പാപ്പാക്ക് പകരമായിട്ട്. അപ്പോൾ കോയ കണ്ടില്ലേ, വലിയ മടിയനാണ്, എവിടേക്ക് പറഞ്ഞാലും പോകാൻ പറഞ്ഞാലും ഇങ്ങനെ ഒരു മടിച്ചുക്കുന്ന പറയും.
കുട്ടിക്കാലത്ത് പ്രസംഗത്തിനും മറ്റൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രസംഗം എങ്ങനെ വേണം പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള എഴുതാൻ പ്രേരിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. അതെ കാക്ക കാക്ക ആ പറഞ്ഞത് എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്, പ്രസംഗിക്കാൻ അല്പമൊക്കെ. പൊതുവെ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ഞങ്ങളുടെ മക്കൾ, ആൺമക്കൾ അധികം പേരും നല്ല ഫുട്ബോൾ കളിക്കാരാണ്. കോഴിക്കോട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾ ഇതിന് നല്ല കളിക്കാരനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വലിയ കാക്കി ഇതൊക്കെ ഉണ്ടായിരുന്നു രംഗത്തൊക്കെ, ഉണ്ടായിരുന്നു കളിക്കാൻ, ഫുട്ബോൾ കളിയിലും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഒരു നമ്മൾക്ക് ജീവിതത്തിൽ പിന്തുടരണമെന്ന് തോന്നിയ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെത് മാത്രമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്? അതുപോലെ ആവണം, അങ്ങനെ ആവണം, ആ രീതി തുടരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ പഠിച്ചെടുത്ത കുറേ ശീലങ്ങൾ. പിന്നെ കുട്ടികളുമായിട്ട് വളരെ നല്ല സൗഹാർദ്ദ രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. അവരുമായിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ വേണ്ടാത്തെന്തെങ്കിലും പറയുക ചെയ്തിട്ടില്ല. നല്ല നിലയ്ക്ക് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ചെറുപ്പത്തിലെ അവിടെ നിന്ന് ശ്രദ്ധിച്ചിരുന്നു. സംഘടനാ രംഗത്ത് സജീവമായി കഴിഞ്ഞപ്പോഴും അന്ന് പിന്നെ പാർട്ടി രംഗത്തുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മറ്റൊക്കെയുള്ള കൂടിയാലോചനകൾ എന്നിവയിലൊക്കെ എന്തായിരുന്നു സമീപനം? അപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴേക്ക് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഒക്കെ ഘട്ടങ്ങളിൽ ജില്ലാ പ്രസിഡൻ്റായ കാലഘട്ടത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് കൂടി ആലോചിച്ചു കൊണ്ടായിരിക്കണം തീരുമാനിക്കേണ്ടതെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ആരാണെങ്കിലും അവരെപ്പറ്റി നല്ല രീതിയിലൂടെ ആയിരിക്കണം അവരുമായി വർത്തിക്കേണ്ടത്. പ്രായമുള്ള ആളുകളോട് ബഹുമാനത്തോടു കൂടി വർത്തിക്കണമെന്നെല്ലാം പറയാറുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായപ്പോൾ അല്പം രോഗം ഉണ്ടായത് കാരണം ചിലപ്പോഴെല്ലാം അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോഴും ഞാനും അല്ലെങ്കിൽ ഉമർ സാഹിബ് തങ്ങളൊന്നും സ്റ്റേജിലേക്ക് പോകാറില്ല. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ഷൂറ ചെയ്യണം, കൂടിയാലോചന വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സംഘടനാ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ വളരെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടൊക്കെയുള്ള കൂടിയാലോചനകൾ, പ്രത്യേകിച്ച് പ്രായം ചെന്ന, ഒരുപക്ഷെ അവർ സംഘടനാ രംഗത്ത് സജീവമായിരിക്കണമെന്നില്ല, എന്നാൽ പോലും ആ ആളുകളുമായിട്ടൊക്കെ ഉള്ളൊരു കൂടിയാലോചന ഉണ്ടായിരുന്നല്ലോ അല്ലേ? അവരൊക്കെ വിളിക്കുകയും ബന്ധപ്പെടുകയും നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഉണ്ടാവും. അപ്പം നമ്മളെ മണ്ണിശ്ശേരി സേലുകുട്ടിയാക്കാൻ, പിന്നെ അതുപോലെയുള്ള മറ്റ് പ്രാദേശിക നേതാക്കന്മാർ, പിന്നെ നാട്ടിലുള്ള നമ്മുടെ പ്രായമുള്ള കുര്യൻ പേരും കുറവില്ല, അങ്ങനെയുള്ള പ്രായമുള്ള ആളുകളുമായിക്കൊണ്ടെല്ലാം ചർച്ച ചെയ്തിരുന്നു. എപ്പോഴും വീട്ടിൽ അവരുമായി വിളിച്ചു വരുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. കാക്കൻ്റെ ഇപ്പോൾ ഈ കുടപ്പനക്കൽ വീട്ടിൽ നടന്ന ഒരു വലിയ ഇപ്പോൾ തങ്ങളുടെയൊക്കെ ഓർമ്മയിൽ വരുന്നൊരു വലിയ ആഘോഷം എന്ന് പറയുന്നത് കാക്കാൻ്റെ വിവാഹം തന്നെയാണ്. ആ ഒരു ദിവസങ്ങളും ആ അന്നത്തെ ഒരു ആഘോഷങ്ങളെ കുറിച്ചൊക്കെ എന്താ ഓർമ്മയുള്ളത്? ആ ദിവസം നമുക്ക് കല്യാണം പറയാൻ തന്നെ ഞാനും പോയിരുന്നു വേറെ പല സ്ഥലങ്ങളിലും. അപ്പോൾ നടന്നിട്ടും അന്ന് ഇന്നത്തെ പോലെയുള്ള ഗതാഗത സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പലയിടത്തും നടന്ന് പോയി കല്യാണം പറഞ്ഞു. അങ്ങനെ അവരെല്ലാം ആ കല്യാണത്തിന് വരുമ്പോൾ അത് ഈ കടലാസുകളെ കൊണ്ട് ഉള്ള അലങ്കാരങ്ങളായിരുന്നു അന്ന് അവിടെ തൂക്കിയിരുന്നത്. അതേപോലെ തന്നെ ഈന്തും പട്ട കൊണ്ടുണ്ടാക്കിയ പല അലങ്കാര വസ്തുക്കളും, ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി പല ആളുകളും അവിടെ വന്നിരുന്നു. ഇപ്പോൾ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ, മറ്റ് സഹോദരന്മാരുടെ, അതുപോലെ തന്നെ സഹോദരപുത്രന്മാരുടെ, സ്വന്തം മക്കളുടെയൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മറ്റൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എത്രത്തോളമായിരുന്നു? എപ്പോഴും എന്നോടും പറയും, പഠിക്കണം, പഠിപ്പ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കുട്ടികളെ എല്ലാവരോടും
പഠിച്ച് മുതിർന്ന് ഉയരണം എന്നുള്ള വാക്കുകൾ പറയാറുണ്ട്. അദ്ദേഹത്തിന് ഒരുപക്ഷെ നമ്മുടെ ഈ പരിസര ദേശത്ത് തന്നെ ആദ്യമായി വിദേശ വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുജന്മാരെന്ന നിലക്ക് ഇപ്പോൾ മുറലി ശിഹാബ് തങ്ങളോടോ അല്ലെങ്കിൽ തങ്ങളോടോ ഒക്കെ തന്നെ ഇങ്ങനെ വിദേശ വിദ്യാഭ്യാസത്തിന് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പോയി പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പുറത്ത് പോയി പഠിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോടു കൂടെ ഈജിപ്തുണ്ടായിരുന്ന അസ്ഹരി തങ്ങൾ അനിയാൻ അങ്ങോട്ട് അയക്കല്ലേ എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ അതിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം അവിടെ കോഴ്സ് പഠനം പൂർത്തിയാക്കിയ ശേഷം അവിടെ തന്നെ ഒരു ഉദ്യോഗത്തിൽ പ്രവേശിക്കാമെന്ന് കരുതുകയും ആ സമയത്ത് വാപ്പ ഇങ്ങോട്ട് വിളിച്ച് ഇവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് എന്തായിരുന്നു, എങ്ങനെയാണ് ആ അവസ്ഥ? അതവിടെ ഉള്ള ആളുകളും ഇവം അവിടെ പഠിച്ചാൽ അവിടെ തന്നെ ജോലിയിൽ പോകാനാണ്. അങ്ങനെ ജ്യേഷ്ഠൻ അവിടെ ജോലിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുകയും ഇതറിഞ്ഞപ്പോൾ വന്യ പിതാവ് അവിടെ നിൽക്കേണ്ട, ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു. ഒരുപാട് പിന്നീട് പിൽക്കാലത്ത് വാപ്പാൻ്റെ ശേഷം കേരളത്തിലും രാഷ്ട്രീയത്തിനും സംസ്കാരത്തിനും ചരിത്രത്തിനും മുസ്ലിം സമുദായത്തിനുമൊക്കെയുള്ള വലിയ നേതൃത്വമായി അദ്ദേഹത്തെ മാറുന്നതും മാത്രമല്ല ഒരു 3-3.5 പതിറ്റാണ്ട് കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയമല്ല, സാംസ്കാരിക മണ്ഡലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവായി അദ്ദേഹം മാറിയതും. അപ്പോൾ ആ ജ്യേഷ്ഠൻ്റെ ഒരു വേർപാട് ഇപ്പം നമ്മൾ ഷാബാനിൽ നിൽക്കുന്നു. ആഗസ്റ്റ് 1 ഈ വീട്ടുമുറ്റത്ത് തന്നെ, ഈ കുടപ്പനക്കല മുറ്റത്ത് തന്നെ വലിയ പരിപാടികൾ, ഒത്തുചേരുകൾ, മലയാളികളിടത്തെല്ലാം വലിയ സ്മരണാ പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ആഗസ്റ്റ് 1 അല്ലെങ്കിൽ ആ വേർപാടിൻ്റെ ഓർമ്മ മനസ്സിലെങ്ങനെയാണ് കടന്നു വരാറുള്ളത്? മഹാനായ മർഹൂം ശിഹാബ് തങ്ങൾ പിതൃതുല്യനായ ഒരു സഹോദരനെ പോലെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. കാരണം നമ്മുടെ പിതാവിൻ്റെ മരണശേഷം ഒരു പിതാവിനെ പോലെയാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയത്, ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തത്. ഇതാണ് അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു ഗുണം. ലോകം ഒരു മഹാമാരിയിൽ നടുങ്ങുന്ന സന്ദർഭമാണിത്. നമ്മുടെ നാട്ടിലും മറുനാട്ടിലുമുള്ള ആളുകളെ ഈ മഹാമാരിക്ക് എതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ, അതിൻ്റെ സമാശ്വാസ പ്രവർത്തനങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമാക്കുന്നതിനും ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, സാദിഖലി ശിഹാബ് തങ്ങളുണ്ട്, ഇവരെല്ലാവരും പാർട്ടി ലീഡർഷിപ്പെല്ലാം അതിൽ കർമ്മനിരതമാണ്. അങ്ങനെ നമ്മൾ ഒരു നടുക്കത്തിന് മുമ്പിലാണുള്ളത്. നമ്മുടെ നാട് നല്ലൊരു ആശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ ഇത് വളരെ വിപുലമായി ഇങ്ങനെ ഒരു ചർച്ചാവേദിയായി നടത്തേണ്ടിയിരുന്ന ഇതുപോലും ഇങ്ങനെ വളരെ പരിമിതമായ തോതിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടത്തുന്നത് തന്നെ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലുമാണ്. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. എവിടെ ഒരു ആപത്ത് വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും ഒരു സമാശ്വാസത്തിന് വേണ്ടി ആളുകൾ വിളിക്കുകയും അങ്ങോട്ടുള്ള മാർഗ്ഗനിർദ്ദേശം നൽകുകയും എല്ലാവരെയും സമരസജ്ജമാക്കി ഒരു ടീമാക്കി ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്ന തങ്ങളുടെ ഓർമ്മയുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, അതുപോലെ തന്നെ നമ്മൾക്ക് വലിയ സാമ്പത്തികമായ പിൻബലവും നമ്മുടെ നാടിൻ്റെ എല്ലാ മണ്ഡലങ്ങളുടെയും താങ്ങുമായി നിൽക്കുന്ന പ്രവാസ ലോകത്ത് എല്ലായിടത്തും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ എന്താണ് ഈ ആളുകളോട് ഒരു ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നൊരു സമാശ്വാസത്തിൻ്റെ ഓർമ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് ആ പദവിയിൽ നിൽക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഹിക്കുന്ന ആ പദവിയിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലക്ക് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് എന്താണ് ഇന്ന് ജനങ്ങൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം? മഹാനായ മർഹൂം ശിഹാബ് തങ്ങൾ ഒരു വലിയ മതമൈത്രിയുടെ നേതാവായിരുന്നു. അത് മറ്റുള്ള വ്യക്തികൾ പോലും അല്ലെങ്കിൽ സമുദായങ്ങൾ പോലും അദ്ദേഹത്തെ പറ്റി പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ബാബരി മസ്ജിദിൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവം തന്നെ ഒരു എടുത്തു പറയത്തക്ക ഒന്നാണ്. അങ്ങനെ എല്ലാവരും എങ്ങനെയും അത്യാപത്തുകളോ അല്ലെങ്കിൽ മറ്റ് വിപത്തുകളോ നമുക്കുണ്ടാകുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ചുകൊണ്ട് തന്നെ അതിനെ തരണം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇന്നും നമ്മുടെ
ഈ കോവിഡ്-19 ഈ സന്ദർഭത്തിൽ നമ്മുടെ മന്ത്രിമാർ, അതേപോലെ തന്നെ പ്രധാനമന്ത്രി, ആരോഗ്യ വകുപ്പ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നാം അനുസരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും നാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഈ നാട്ടിൻ്റെ തന്നെ രക്ഷയ്ക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശിഹാബ് തങ്ങൾ സംഘടനാ രംഗത്ത് സയ്യിദ് PMSA പൂക്കോയ തങ്ങളുടെ വേർപാടിന് ശേഷം ആദ്യമായി വഹിച്ച പൊതുപദവി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനമായിരുന്നു. അദ്ദേഹത്തിന് ശേഷം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് പദവി വഹിച്ചു. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി പോയപ്പോൾ മലപ്പുറം ജില്ലാ ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയുക്തനായത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നത് ഒരു ജ്യേഷ്ഠ സഹോദരനൊപ്പം പിതൃ സ്ഥാനത്തുള്ള വ്യക്തിത്വം കൂടിയാണ്. കാരണം അദ്ദേഹം 6ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് പിതാവ് സയ്യിദ് PMSA പൂക്കോയ തങ്ങളുടെ വേർപാടുണ്ടാകുന്നത്. ഇളയനിയൻ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് അന്ന് 5 വയസ്സാണ്. ഒരുപക്ഷെ പിതാവിൻ്റെ വേർപാടിനെക്കുറിച്ചുള്ള വലിയ ചിന്തകളൊന്നും ഉണ്ടാകുന്ന ഒരു പ്രായമായിരിക്കും. ഒരു 11 വയസ്സുകാരൻ കുട്ടിയുടെ മുന്നിൽ വാപ്പ നഷ്ടപ്പെടുക, പിന്നെ ആ സ്ഥാനത്ത് പിതാവിൻ്റെ സ്ഥാനത്ത് ചേർത്ത് പിടിക്കാനുള്ള, ഞാനുണ്ട് കൂടെയെന്ന് ധൈര്യപ്പെടുത്താനുള്ള കരങ്ങൾ ആണ് ഈ വലിയ ജ്യേഷ്ഠൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ചുള്ള ബാല്യം തൊട്ടുള്ള, തൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ. എന്താണ് കുട്ടിക്കാലത്തിൻ്റെ ആദ്യം കാണുന്ന കാഴ്ച, ആദ്യം കാണുന്ന ഓർമ്മ, മനസ്സിലിപ്പോഴും മാഞ്ഞു പോവാതെ നിൽക്കുന്ന ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് ഇക്കാക്കയെക്കുറിച്ച് എന്താണ്? നേരത്തെ ആറ്റാക്ക അവിടെ പറഞ്ഞ പോലെ തന്നെ ഈ മുറ്റം തന്നെ അതിൻ്റെ വലിയ ഓർമ്മ എന്നുള്ളത്. ഈ മുറ്റവും പിന്നെ വലികാകനെ കുറിച്ച് ആദ്യം ചിന്തിക്കുമ്പോൾ അന്ന് ഇവിടെ ആറ്റാക്ക പറഞ്ഞ തേങ്ങക്കൂട് എന്ന് പറഞ്ഞ സ്ഥലം ആ ഒരു പ്രത്യേക കെട്ടിടമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഭാഷയിൽ ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് വലികാക്കനെ നമ്മൾ കാണുക. ആ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ മുറിയും അതിൽ കുറേ പുസ്തകങ്ങളുണ്ടാവും. പിന്നെ മൂപ്പരുടേതായ സുഹൃത്തുക്കളുണ്ടാവുമല്ലോ, അവരും ഉണ്ടാവും. എന്നാലും ബാപ്പ എപ്പോഴാണ് വിളിക്കുന്നത് വെച്ചാൽ അപ്പോഴൊക്കെ വലിയാക്ക ബാപ്പാൻ്റെ അടുത്ത് വരും. ബാപ്പ ഇവിടെ തന്നെയാണ് ഇരുന്നിരുന്നത്. വലിയാക്കാനെ കുറിച്ച് മൂപ്പരുടെ ഇപ്പോൾ പറഞ്ഞ മാതിരി ആ മാളികപ്പുറത്തുള്ള ആ ഒരു സാന്നിധ്യം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം രൂപപ്പെടുന്ന അവിടെ നിന്നാണ്. ഇപ്പോൾ അറ്റാക്കേരത്തെ പറഞ്ഞ മാതിരി കുറേ നല്ല അറബ് പുസ്തകങ്ങൾ അവിടെ ഉണ്ടാവും. ഈ അറബ് പുസ്തകങ്ങൾ കാണാനാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. ഈ അന്നത്തെ അറബ് പുസ്തകം നല്ല 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 പേപ്പറായിരിക്കുമല്ലോ, ആ മേനിക്കടലാസ്. അതിലുള്ള പുസ്തകങ്ങളിൽ നല്ല ഫോട്ടോസൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. പിന്നെ ലോക നേതാക്കളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഈ ഫോട്ടോ ഒക്കെ നമ്മൾ നോക്കിക്കുമ്പോൾ അതാരാണ് ഒക്കെ ചോദിക്കുമ്പോൾ ഇത് നിക്സൺ ആണെന്ന് പറയും. നിക്സൺ അമേരിക്കൻ പ്രസിഡൻറ്റ്, ബ്രഷ്നവ് റഷ്യൻ പ്രസിഡൻറ്റ്, ഇങ്ങനെ ഓരോരുത്തർ നമുക്ക് പരിചയപ്പെടുത്തി തരും. അതുപോലെ തന്നെ അതുപോലെ തന്നെ അന്നത്തെ സിറിയൻ പ്രസിഡൻ്റായിരുന്ന ഇപ്പോഴത്തെ ഇയാളെ വാപ്പുണ്ടല്ലോ, ബഷറിൻ്റെ പിതാവ് അസദൊക്കെ അന്ന് ലോക നേതാക്കൾപ്പെട്ട ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ ഹുസൈൻ രാജാവ്, ജോർദാനിലെ ഹുസൈൻ രാജാവ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചിത്രങ്ങളും അവരെക്കുറിച്ചൊക്കെ വാർത്തകളൊക്കെ അങ്ങനത്തെ പത്രങ്ങളിൽ വരുമ്പോൾ അവരെക്കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും. ഇതൊക്കെയാണ് ഇവരെ നേതാക്കൾ. അപ്പോൾ വലിയാക്ക അവിടെ ഈജിപ്ത് പഠിച്ച കാലത്ത് ഉള്ള ജമാൽ അബ്ദുൽ നാസർ അവിടുത്തെ പ്രസിഡൻറ്റ്, മൂപ്പരുടെ കൂടെയുള്ള ഫോട്ടോസും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് വന്ന പത്രങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ നെഹ്റുവിൻ്റെ കൂടെയുള്ള പടങ്ങൾ, നെഹ്റു ഈജിപ്ത് പോയ സന്ദർഭത്തിൽ കാക്കാനെ കണ്ട പടങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ചെറുപ്പം മുതൽക്കേ നമുക്കൊരു ഒരു അന്തർദേശീയ കാഴ്ചപ്പാട് നമുക്ക് അന്ന് ഞാനടക്കമുള്ള അന്നത്തെ കുട്ടികൾ, ഞാനുണ്ടാവും, പെങ്ങന്മാരെ മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ ഒരു അന്തർദേശീയ കാഴ്ചപ്പാട് ചെറുപ്പം തൊട്ട് തന്നെ വലിയാക്കൻ്റെ ആ ഒരു വിവരണത്തിലൂടെയൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ അതിൽ ഈ പുസ്തകങ്ങൾ വേറെ പ്രത്യേകത വെച്ചാൽ ഫുട്ബോളിൻ്റെ നല്ല ചിത്രങ്ങളുണ്ടാവും. അന്ന് വിദേശ രാജ്യത്തൊക്കെ അറബ് നാടുകളിലൊക്കെ ഫുട്ബോൾ നല്ലതാണല്ലോ.
അപ്പോൾ അതിൻ്റെ നല്ല ചിത്രങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഫുട്ബോളിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റ്, ലോകകപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ ട്രോഫികൾ, സ്പോർട്സിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് മൂപ്പരുടെ ആ കാലത്തൊക്കെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാക്കാനെ കുറിച്ച് ചെറുപ്പകാലത്ത് ചിന്തിക്കുമ്പോൾ മൂപ്പർ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പഠിത്തം, എഴുത്ത്, വായന എന്നൊക്കെ ഉണ്ട്. അന്നിപ്പോൾ ചന്ദ്രികയിലും ഒക്കെ എഴുതാറുണ്ടായിരുന്നല്ലോ, ഖലീൽ ജിബ്രാൻ്റെ ഒക്കെ കവിതകൾ. അതെ, അത് വിവർത്തനം ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് മൂപ്പർക്ക് ഈ കൃഷി നടത്തുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ റൂം ഇവിടെ ആയിരുന്നു. അപ്പോൾ ആ റൂമിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു അടുക്കള തോട്ടം മാതിരി, അതിൽ കൃഷി നടത്തും. ഈ കൃഷി നടത്തുമ്പോൾ നമ്മളൊക്കെ പോയി നനച്ചു കൊടുക്കും. നമ്മൾ സ്കൂളിട്ട് വന്നാൽ ഇതിനൊക്കെ നനച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ പുഴവക്കത്തും കൃഷി ഉണ്ടാക്കും, തൊട്ട് ബാക്കിലാണ് പുഴ. അപ്പോൾ അവിടെയൊക്കെ പച്ചക്കറി, വെള്ളരിക്ക, വെണ്ടക്ക, വത്തക്ക, ഇതൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുക. അതിനൊക്കെ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ നനച്ചു കൊടുക്കും. മൂപ്പര് അതിൻ്റെ മേൽനോട്ടം അങ്ങനെ വഹിക്കും. അങ്ങനത്തെ കൃഷി നടത്തും. അതുപോലെ തന്നെ വേറെ പ്രത്യേക മരങ്ങളൊക്കെ എവിടെയും കുഴിച്ചിടും, തൊടികളിലൊക്കെ വേറെ എവിടെയൊക്കെ പോയി കൊണ്ടുവന്ന് വരുന്ന പ്രത്യേക പഴങ്ങൾ, അങ്ങനത്തെ ഇതൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ മൃഗങ്ങളെ വളർത്തുന്നതിലും, വളർത്തു മൃഗങ്ങൾ, അതിപ്പോൾ സാധാരണ മൃഗങ്ങളല്ല. അപ്പോൾ മാനുണ്ടായിരുന്നു, അന്ന് മാനിനൊന്നും വളർത്തുന്നത് തെറ്റില്ലല്ലോ. അന്ന് ഒരു മാനിനെ വളർത്തിയിരുന്നു. പിന്നെ പ്രത്യേകമായ കോഴികൾ, അങ്ങനെയുള്ള സംഗതികൾ, മുള്ളൻപന്നി, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. മുള്ളുള്ള ആ സാധനം. പിന്നെ അതേമാതിരി തന്നെ ഇപ്പോൾ ഒരു വൈകുന്നേരം ഇങ്ങനെ തോക്കുണ്ടായിരുന്നു മുപ്പടുത്ത്, മറ്റേ ആ പഴയ തോക്കുണ്ടല്ല, നീണ്ട ഇതുള്ള എയർഗണ്ണ്. എന്നിട്ടത് ഇവിടെ ഈ മുകളിൽ പാടും പറമ്പൊക്കെ ഉണ്ട്. വൈകുന്നേരം അവിടെ പോയിട്ട് അവിടുന്ന് വെടിവെക്കും. അതിൽ ചിലപ്പോൾ കൊക്കിനെ, പ്രാവിനൊക്കെ കൊണ്ടുവരലുണ്ട്. മൂപ്പര സുഹൃത്തുക്കളെ കൂടിയാണ് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് മൂപ്പർ എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു എന്നുള്ളതാണ്. ചെറുപ്പം തൊട്ട് ഞങ്ങൾ അങ്ങനെയാണ് കാക്കാനെ കാണുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ പന്ത് കളിക്കുമ്പോഴൊക്കെ നമ്മളൊപ്പം വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും, കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഒരിക്കൽ നമ്മൾ ഈ ഇതില്ലേ, സിഗരറ്റിൻ്റെ പാക്കറ്റുണ്ടല്ലോ, സിഗരറ്റിൻ്റെ അത് നമ്മളിങ്ങനെ അത് മടക്കി വെച്ചിട്ട് ഇങ്ങനെ കളിക്കുമല്ലോ, ഇങ്ങനെ തട്ടി അങ്ങനെ പോയി ഇങ്ങനെ കളി ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരത് തെറ്റിദ്ധരിച്ചു. ഈ സിഗരറ്റിൻ്റെ പാക്ക് അത് ഒറ്റ ഓട്ടത്ത് കണ്ടപ്പോൾ ചീട്ടാന്ന് തോന്നി മൂപ്പർക്ക്. ഇതെന്താ ചീട്ട് കളിക്കുകയാണ് പറഞ്ഞാണ്ട് ഒന്ന് ചീത്ത പറഞ്ഞത്. ഇതൊന്നും പാടില്ല, അതൊന്നും തെറ്റല്ല, അതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ചീത്ത പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഈ സിഗരറ്റിൻ്റെ പാക്കിനെ കാണുമ്പോൾ തന്നെ അതാ ഓർമ്മ വരാം. ആ മൂപ്പര് തെറ്റിദ്ധരിച്ചാണ് നമ്മൾ ചീട്ട് കളിക്കുന്നതായി കളിക്കുമല്ലോ കുട്ടികൾ. അപ്പോൾ ആ ചീട്ട് കളിക്കാൻ എന്നിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അപ്പോൾ അത് ചീത്ത പറഞ്ഞു, ഇതൊന്നും പാടില്ല, എന്നിട്ട് അതൊക്കെ കളയിച്ചു കൊണ്ടുപോയിട്ട്. അപ്പോൾ ചെറുപ്പം തന്നെ മൂപ്പര് ബാക്കിയുള്ളവരും വളർന്നു വരുന്നവരും എങ്ങനെ ആയിരിക്കണം, അവരും തന്നെ നിലനിൽക്ക് വരണം ഒക്കെയുള്ള ആ ഒരു ചിന്തയുള്ള ആളായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴും പിന്നെ കോളേജിൽ പോകുമ്പോഴും ഒക്കെ തന്നെ പുസ്തകം വാങ്ങാനും ബാക്കിയുള്ള രീതിയിലൊക്കെ താല്പര്യപ്പെടും. അതിനുള്ള പൈസയൊക്കെ തരും. ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നുണ്ടോ ഒക്കെ ഒന്ന് നോക്കും. പരീക്ഷൻ്റെ സമയത്ത് പ്രത്യേകിച്ച് പഠിക്കുന്നുണ്ടോ ഒക്കെ ഒന്ന് കണ്ട് മൂപ്പര് നോക്കും. നമ്മൾ പഠിക്കുന്ന കണ്ടല്ലേ സന്തോഷമാണ്. ഇപ്പോൾ വരുമ്പോൾ നമ്മൾ പഠിക്കണമാതിരി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വലിയ സന്തോഷമാണ്. ചിലപ്പോൾ ഞാൻ വേറെ ആരെയും ചിലപ്പോൾ വിടും. അന്ന് ഞാൻ അതുപോലെ പെങ്ങന്മാരെ കുട്ടികളൊക്കെ ഉണ്ടാവും, ചെറുതും വലുതൊക്കെ ഉണ്ടാവും. രാത്രി മദർസിൻ്റെ ട്യൂഷനും ഒരു മൊലിയർ വരും ഇവിടെ, നമ്മൾ അരിക്കാക്കാന്ന് പറഞ്ഞ മുസ്ലിയാരാണ് ഇവിടുത്തെ. അപ്പോൾ മൂപ്പര് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് കാക്ക വന്ന് പാളി വെക്കും. അത് ഉസ്താദന്മാർ നമ്മളിങ്ങനെ സ്വറ പറഞ്ഞിരിക്കുകയാണോന്നേ, മൂപ്പര് ഒളിഞ്ഞൊന്ന് നോക്കും. അലിയെ പഠിപ്പിക്കണില്ല എന്നൊക്കെ ചോദിക്കും എന്നോട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തമാശയും പിന്നെ ആ രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിരുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി പിന്നെ മുതിർന്നപ്പോൾ ബാപ്പാൻ്റെ ഒരു സ്ഥാനത്ത് തന്നെ ആയിരുന്നു. നമ്മളും എല്ലാവരും കണ്ടു. നമ്മൾ നല്ല നാട്ടുകാരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പാണക്കാട് കാരണം വലിയാക്ക ബാപ്പാൻ്റെ സ്ഥാനത്തേക്ക് വരുന്ന 36-ാം വയസ്സിലാണല്ലോ, ഒരു വിടാത്ത ആ. പക്ഷേ എന്നാലും നാട്ടുകാർ പിന്നെ ബാപ്പാൻ്റെ ഒരു സ്ഥാനത്തേക്ക് എല്ലാവരും മൂപ്പരെ കണ്ടു. നമ്മൾ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ, കുടുംബത്തിൽ നിന്ന് മുതിർന്നവരും വലിയാക്കാൻ ആ ഒരു ബഹുമാനത്തോടെ തന്നെയാണ് കണ്ടത്. ബാപ്പാൻ്റെ ഒരു സ്ഥാനത്തുള്ള ആൾ എന്നുള്ള ആൾക്ക് ആ ചെറുപ്പമായിരുന്നിട്ടും കുടുംബത്തിലെ മുതിർന്നവരും അങ്ങനെ തന്നെ കണക്കാക്കി. അപ്പോൾ ആ ഒരു സ്ഥാനം മൂപ്പര് മനസ്സിലാക്കി. എല്ലാവരുടെ കാര്യത്തിലും ഇടപെടും, എല്ലാവരും ഉപദേശം ചെയ്യും. അപ്പോൾ മൂപ്പര് പിന്നെ നമ്മൾ മറലി തങ്ങളുമായിട്ട് കൂടുതലും മൂപ്പര് കൂടിയാലോചിക്കൽ. ബാപ്പുള്ളപ്പോൾ തന്നെ അങ്ങനെയായിരുന്നു. തങ്ങളും ബാപ്പിയും
ഏത് കാര്യത്തിലും പൊതുമരാമത്തൊക്കെ ഉമർ തങ്ങളല്ലേ ഏൽപ്പിച്ചിരുന്നത്. ഇപ്പോൾ എന്നപോലെ ശിഹാബ് തങ്ങളും ഉമർ തങ്ങളെ തന്നെ ആയിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനും മക്കളെ കല്യാണക്കാരാകട്ടെ അത് വേറെ ഏതെങ്കിലും നാട്ടിൻ്റെ പ്രത്യേകിച്ച് നാട്ടിലെ നമ്മൾ പ്രാദേശികമായിട്ട് വിഷയങ്ങളിലൊക്കെ ഉമർ തങ്ങളെ പിന്നെ ഉപദേശമാണ് തേടാറുള്ളത്. അപ്പോൾ അവർ തമ്മിൽ തീരുമാനിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോയിരുന്നത്. മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഹജ്ജിന് പോയപ്പോൾ അദ്ദേഹം ഹജ്ജിനുള്ള സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഹജ്ജിനുള്ള സമയത്താണ് അവിടെ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലൊക്കെ അനുഭവം എന്താണ്, ഓർമ്മ എന്താണ്? അന്ന് മീനായിൽ തീപിടുത്തം ഉണ്ടായ ആ സന്ദർഭത്തിലാണ്. അത് ഞങ്ങളൊക്കെ വ്യത്യസ്ത ടെൻറ്റുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടും വിവരം 2 ദിവസത്തിന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മക്കത്ത് ഇവിടേക്ക് എത്തിയതിൻ്റെ ശേഷം പിന്നെയാണ് തമ്മിൽ കാണുകയും അതുപോലെ തന്നെ വിവരങ്ങളൊക്കെ അറിയുകയും ചെയ്തത്. കാരണം അന്നത്തെ ഇപ്പോൾ മൊബൈലില്ലായിരുന്നു. മൊബൈൽ ഉണ്ടെങ്കിലാണ് അപ്പോൾ സ്പോട്ടിൽ വരാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ ഫോണൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പക്ഷേ പലവരോടും വിവരങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. ഇവരൊക്കെ എവിടെയുള്ള സായിക്ക് എവിടെയുള്ളത്. എൻ്റെ കൂടെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു, ഉമ്മയും പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ പിന്നെ എൻ്റെ അമ്മോശനൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ആ കൂട്ടത്തിലാണെന്നുള്ളതുകൊണ്ട് ഒരു സേഫായ സ്ഥലത്താണെന്നുള്ള നിനക്ക് പിന്നെ ഇവർക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പെങ്ങളും കൂടെ ഉണ്ടായിരുന്നു, വലിയ താത്ത. താത്തയും ഒന്ന് അജിനുണ്ടായപ്പോൾ താത്തൻ്റെ കാര്യത്തിലൊക്കെ തന്നെ എവിടെ ഇങ്ങനെ ആളുകളൊക്കെ വിട്ടിട്ട് എവിടെ ഉള്ളത് ഒക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. പിന്നെ കണ്ടുമുട്ടിയതിൻ്റെ ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുകയും പിന്നെ താമസമൊക്കെ ഒരുമിച്ചാക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആദ്യത്തെ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ തന്നെയാണ് അതുണ്ടായത്. ആ ഒരു ഇതിൽ നമുക്കത് മറക്കാൻ പറ്റില്ല. കാക്കാരെടുത്താണെങ്കിൽ ധാരാളം ആൾക്കാർ ഇതേക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടും മൂപ്പരും തന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി മൂപ്പരോടുള്ള പരാതിയൊക്കെ പറയാം, ആവലാതിയൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഇതിലൊക്കെ ആൾക്കാർ ബേജാറായിട്ട് മൂപ്പര് താമസിക്കുന്ന റൂമിൽ നാട്ടുകാരൊക്കെ വന്നുകാണ്ട് ഒക്കെ ഉള്ള ഒരു ഇതൊക്കെ ഓർമ്മ ഉണ്ട്. പൊതുരംഗത്ത് വന്നപ്പോൾ സംഘടനാ രംഗത്ത് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് സംഘടനാ രംഗത്തൊക്കെ സജീവമായപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ ഞാൻ SKSFൻ്റെ അതിലൂടെ ആദ്യം വരുന്നത് പൊതുരംഗത്തും ഇതൊക്കെ ആയിട്ട് അങ്ങനെ SKSFൻ്റെ ഇതിലൊക്കെ വരുമ്പോൾ അതിൻ്റെ പരിപാടിക്കൊക്കെ പോകുമ്പോഴൊക്കെ പിന്നെ ഇവരെ അന്വേഷിക്കും എവിടെയെങ്കിലും പരിപാടി എന്തായാലും ആ രീതി അങ്ങനെ അന്വേഷിക്കും. അപ്പോൾ ഒരിക്കൽ ഞാൻ ഒരു പ്രസംഗം എൻ്റെ ഒരു പ്രസംഗം ഇവർ കേട്ടു. നമ്മൾ SKSFൻ്റെ ദശവാർഷികം കുറ്റിപ്പുറത്ത് നടന്നപ്പോഴേ ഞാനതിന് സ്വാഗതം പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ പറയുന്നുണ്ട് നമ്മൾ മുഹമ്മദ് ഫൈസി മൂപ്പര് അടുത്ത ആളായിരുന്നു, കാക്കാൻ്റെ നല്ലൊരു കൂട്ടുകാരനായിരുന്നു മുഹമ്മദ് ഫൈസി. ആ മുഹമ്മദ് ഫൈസിനോട് പറഞ്ഞു, സാദിക്ക് നല്ല പ്രസംഗമാണല്ലോ, അവിടെ സാറും പ്രസംഗം നടത്തിയല്ലോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുഹമ്മദ് ഫൈസിനോട് അത് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ആ കുട്ടികളൊക്കെ നല്ലതാണ് പറഞ്ഞു. ഈ SKSFൻ്റെ കുട്ടികൾ അവരൊക്കെ നല്ല പ്രവർത്തനങ്ങളാണല്ലേ, അവർ നല്ല സമ്മേളനമൊക്കെ നടത്തി ആ രീതിയിൽ. അപ്പോൾ ഇവരിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ ചിലപ്പോൾ പറയും, ഇപ്പോൾ നമ്മൾ വൈകിയോട്ട് ചിലപ്പോൾ രാത്രിയൊക്കെ ലേറ്റായിട്ട് വീട്ടിൽ വരുമ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചപ്പോൾ പറയും അങ്ങനെ വല്ലാതെ വൈകൊന്നും വേണ്ട, കുറച്ച് നേരത്തെ പോന്നോണ്ടി. അതും മീൻ ഒക്കെ ഇളമൊക്കെ ഒറ്റക്കെല്ലാം ഉണ്ടാകുക, അതൊന്ന് നേരത്തെ വന്നുകൊണ്ടിയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വല്ലാതെ വൈകി വരാൻ ശ്രമിക്കുക. അതൊക്കെ നോക്കിയിരുന്നു മൂപ്പര്. പിന്നെ ഇപ്പോൾ പറഞ്ഞ മാതിരി നമ്മളോട് ഈ ലേഖനം വായിക്കാനൊക്കെ പറയും, പത്രങ്ങളിലൊക്കെ ഉള്ള ലേഖനം വായിക്കാനും എഴുത്ത് നന്നാക്കാനൊക്കെ പറയലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ കാര്യവും നമ്മളറിയാതെ തന്നെ നമ്മളെ ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് അതൊക്കെ തോന്നുന്നത്. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അതിനൊക്കെ തോന്നുന്നത്. കുറേ ഒരു 88 വരെ എല്ലാവരും ഒരുമിച്ചാണല്ലോ ഇവിടെ. ഉമറുൽ ശിഹാബ് തങ്ങൾ ആദ്യത്തെ വർഷം പോവുകയും പിന്നെ ഇതിൽ ശിഹാബ് തങ്ങൾ പിന്നത്തെ വർഷം പോവുകയും, അപ്പോൾ അതുവരെ ആ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും. അതെ, അന്നിപ്പോൾ തറവാട് ഇവിടെ കൊടപ്പനക്കൽ തറവാട് എന്നുള്ള അന്ന് എല്ലാവരും ഒരുമിച്ചായിരുന്നല്ലോ. എത്രയോ ആൾക്കാരാണ് ഇവിടെ ഉണ്ടാകുക. കുഞ്ഞാപ്പിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അന്ന് ആ സമയത്തൊക്കെ എപ്പോഴും വരുമല്ലോ. നാട്ടുകാരൊക്കെ ഇവിടെ വരും, നേതാക്കന്മാർ ഇവിടെ വരും, CH അടക്കമുള്ള നേതാക്കൾ അവരുടെയൊക്കെ നിത്യ സന്ദർശനം എന്നുള്ള ഒരു ഇത് തന്നെയാണല്ലോ. അപ്പോൾ അന്ന് അടുക്കളയിൽ തന്നെ ധാരാളം ആൾക്കാരുണ്ടാവും. കാരണം എല്ലാ സമയത്തും ഭക്ഷണമാണ്, ഉച്ചക്കും രാത്രിയും വൈകുന്നേരവും വരുന്നവർക്കൊക്കെ ഭക്ഷണം, കഞ്ഞി. ഉച്ചക്കാണെങ്കിൽ എല്ലാവർക്കും ഇവിടെ കഞ്ഞിയാണ് കൊടുക്കുക. രാത്രിയുള്ളവർക്ക് ചോറ് കൊടുക്കും. രാത്രി എന്ന് പറയാൻ താമസിക്കുകയോ ചെയ്യും ആ കാലത്ത്. അപ്പോൾ അവർക്ക്
ചോറ് കൊടുക്കും. പിന്നെ കൂട്ടുകുടുംബങ്ങളൊക്കെ എപ്പോഴും വരുന്നൊരവസ്ഥ ആയതുകൊണ്ട് ഇന്നത്തെ മാതിരി ചെറിയ കുടുംബമല്ല, വലിയ ഇന്ന് പണുകുടുംബങ്ങളാണല്ലോ, എല്ലാവരും ഓരോരോ വീട്ടിൽ പോയി. അന്ന് പിന്നെ എല്ലാ വലിയൊരു കുടുംബമായതുകൊണ്ട് എപ്പോഴും തിരക്കായിരിക്കും കുടുംബത്തിൽ. ആ ഒരു ജീവിതം പിന്നെ തിരിച്ച് കിട്ടുകയില്ല എന്നുള്ള നഷ്ടബോധമാണ് അങ്ങോട്ട് അന്ന് ആ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുക. എപ്പോഴും സജീവതയായിരിക്കും. കുറേ ആൾക്കാർ തുടക്കമുണ്ടാവും, കുറേ അടിച്ചിരുന്നുണ്ടാവും, അടുക്കളയിൽ കുറേ ഭക്ഷണം ആക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനോടൊപ്പം കുറേ ആൾക്കാർ വരുന്ന കുടുംബത്തിൽ നിന്ന് വരുന്നവരുണ്ടാവും. പിന്നെ വാപ്പാനെയും കാക്കാനെയൊക്കെ കാണാൻ വരുന്ന ആൾക്കാരെ തിരക്ക് വേറെ. അപ്പോൾ എപ്പോഴും ഒരു തിരക്കൊരു ബഹളമയമായ ഒരു ചുറ്റുപാടായിരുന്നു അന്ന് ആ തറവാട്ട് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊന്നും നീ തിരിച്ചു കിട്ടില്ലല്ലോ എന്നുള്ള ഒരു നഷ്ടബോധമാണ് ഉണ്ടാകാറുള്ളത്. അന്ന് കോളേജും സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേ പഠിപ്പുര കടന്നിങ്ങനെ വരുമ്പോൾ മധ്യത്തിൽ ശിഹാബ് തങ്ങൾ ഇരിക്കുന്നു, ഈ ഭാഗത്ത് സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഇരിക്കുന്നു, അപ്പോൾ സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ മുറ്റം നിറയെ ആളുകൾ നിൽക്കുന്നു. അപ്പോൾ അന്നത്തെ ഒരു ഓർമ്മ എന്താണ്? വരുന്ന സമയം ഇവിടെ ഇപ്പോൾ സ്കൂൾ കുട്ടികളാണ് വരുന്നത്, അല്ലെങ്കിൽ കോളേജ് കുട്ടികളാണ് വരുന്നത്, അല്ലാതെ ഇവിടുത്തെ ഈ ഉത്തരവാദിത്തങ്ങളിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഈ 3 ജ്യേഷ്ഠന്മാരിങ്ങനെ ഒരുക്കിയിരിക്കുന്നു. അന്നത്തെ ഇതെന്ന് വെച്ചാൽ നമ്മളങ്ങനെ വരും, ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ നേരെ ഇങ്ങനെ വന്ന് ആ സൈഡിൽ കൂടെ പോയിട്ട് അങ്ങനെ അടുക്കളയിൽ കൂടെ അങ്ങനെ അകത്ത് കയറലുണ്ടാവുക. കാരണം ഇവിടെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. അന്ന് ഇവിടെ നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വലിയ നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നിൽക്കും. CHനെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ പുറത്തേക്ക് വരും. അവർക്ക് ചായ കൊടുക്കാനൊക്കെ അവർക്ക് ചായ കൊടുക്കൽ പിന്നെ നമ്മളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ CH വന്നാലും അതുപോലെ നേതാക്കന്മാരൊക്കെ വന്നാൽ അകത്തുനിന്ന് തന്നെയാണ് സാധനങ്ങൾ അവർക്ക് ചായയും പലഹാരങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ അകത്തുനിന്ന് നമ്മളാരെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നേലിപ്പിക്കില്ല. അങ്ങനത്തെ അവർ പ്രധാന വ്യക്തികളൊക്കെ വന്നാൽ അകത്തുനിന്ന് നമ്മൾ തന്നെ അത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ കോളേജിലേക്ക് വിട്ടു വന്നാൽ നമ്മൾ നേരെ അകത്തേക്ക് പോകും. പിന്നെ അകത്തുനിന്നുള്ള കളിയാണ്. അവിടെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ ഇവരൊക്കെ ജ്യേഷ്ഠന്മാർ അകത്തേക്ക് വരുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാനും മറ്റൊക്കെ അകത്തേക്ക് വരുമ്പോൾ അവരവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ആ കാലത്തെ തിരക്കേറിയതാണ് ശിഹാബ് തങ്ങളുടെ ജീവിതം, പൊതുജീവിതം അല്ലേ? പരിപാടികൾ, നിറയെ പരിപാടികൾ, ഇവിടെ സന്ദർശകർ, നിറയെ പരിപാടികൾ, അതും കഴിഞ്ഞ് രാത്രി വളരെ വൈകി എത്തുക. അതിനിടയിൽ പിന്നെ ഈ എങ്ങനെയാണ് സഹോദരന്മാരുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാകുന്നത്? അതാണ് പറഞ്ഞത്. ശരിക്കും ഇവരെ കാണാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുട്ടികളാകുമ്പോൾ നമ്മൾ രാവിലെ മറിച്ച് പോകും. ഇക്കാക്ക രാവിലെയൊക്കെ എഴുന്നേറ്റ് പിന്നെ യോഗങ്ങൾക്ക് പോയിട്ടുണ്ടാവും, പരിപാടികൾക്ക് പോകും. പിന്നെ നമ്മൾ സ്കൂളിൽ വന്ന് തിരിച്ച് വരും. അപ്പോഴും ഇവരൊന്നും തിരിച്ചെത്തിയിട്ടുണ്ടാവില്ല. ഇവർ രാത്രി വൈകിട്ടായിരിക്കുമല്ലോ കാക്കായാലും ഇവരൊക്കെയായാലും പിന്നെ തിരിച്ചെത്തുക. അപ്പോൾ കാണൽ ചിലപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ ആയിരിക്കും. അല്ല, യഥാർത്ഥത്തിൽ ശരിക്കുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്, കാരണം വെള്ളിയാഴ്ച പിന്നെ ജുമാൻ്റെ മുമ്പ് പല പരിപാടിക്കൊന്നും പോലുണ്ടാവില്ല. അപ്പോൾ വെള്ളിയാഴ്ച ജുമാൻ്റെ മുമ്പുള്ള ആ സമയം, അതുപോലത്തെ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണത്തിന് ഒക്കെ ഉണ്ടാവും. പിന്നെ അന്ന് വേറൊരു ഓർമ്മ ഉള്ളത് വാപ്പുള്ളപ്പോൾ തന്നെയാണ്. അപ്പോൾ മരിച്ചതിൻ്റെ ശേഷം തന്നെയായിരുന്നു. അതായത് മൂത്താപ്പുണ്ടായിരുന്നു, ബാപ്പാൻ്റെ ജ്യേഷ്ഠൻ കുഞ്ഞ് സീതങ്ങൾ പറയുമ്പോൾ അക്കരെ താമസിക്കണം. അപ്പോൾ അതിൻ്റെ അക്കരെ ആ മൂത്താപ്പ എല്ലാ വെള്ളിയാഴ്ചയും വരും. ആ വാപ്പുള്ളപ്പം ഉള്ള ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ ഈ മൂത്താപ്പൻ്റെ കൂടെയാണ് ഉച്ചഭക്ഷണം കഴിക്കുക. മൂത്താപ്പ ഇവിടെ പാണക്കാട് പള്ളിയിലാണ് കൂടുക ജുമാക്ക്. അങ്ങനെ ജുമാക്ക് അവിടെ കൂടിയിട്ട് ഉച്ചഭക്ഷണത്തിന് ഇവിടെ കൊപ്പനക്ക് ഇവിടെ വരും. അപ്പോൾ വാപ്പുള്ള കാലത്തും അങ്ങനെ തന്നെ പിന്നെ വാപ്പൻ്റെ കൂടി നമ്മളെല്ലാവരും ഒന്നിച്ചായിരിക്കും ഉച്ചഭക്ഷണം കഴിക്കുക. ഈ വാപ്പ മരിച്ചതിന് ശേഷം മൂത്താപ്പ വരലുണ്ട്, കാക്കളുടെ സമയത്തൊക്കെ തന്നെ. മൂത്താപ്പ മരിക്കുന്നവരെ ഉച്ചക്ക് ഇവിടെ വരും. എന്നിട്ട് ഇവിടെ തന്നെ വാപ്പ കിടന്ന റൂമുണ്ട്, ആ റൂമിൽ തന്നെയാണ് മൂത്താപ്പ ഉച്ചക്ക് അസർ വരെ വിശ്രമിക്കൽ. അത് വെള്ളിയാഴ്ച. അപ്പോൾ ഈ വെള്ളിയാഴ്ചകളിലാണ് പിന്നെയും എല്ലാവരും ഒന്ന് കാണാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നത്. ആ ഓർമ്മകളുടെ യാത്ര ആഗസ്റ്റ് 1 അവസാനിക്കുകയാണ്. അപ്രതീക്ഷിതമായി ആ വാർത്ത കേൾക്കുകയാണ്. എന്താണ് ആ രാത്രിയുടെ ഓർമ്മ? ഞാൻ ആ സമയത്ത് അന്ന് അതിൻ്റെ ഒരു ദിവസം മുമ്പ് മറ്റേ ഹോസ്പിറ്റലിൽ എന്തോ ഒരു ആവശ്യത്തിന് KPM കാക്കവിടെ KPM സാധാ ഒരു പരിശോധനയ്ക്കാണ് പോയതാണ്. അപ്പോൾ അതെ അത് വീട്ടിലൊന്ന് ചെറുതായിട്ട് ബാത്റൂമിലൊന്ന് തെന്നി വീണപ്പോൾ മതിലുമേലിട്ട് തട്ടി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ദിവസം ഒന്ന് അവിടെ കിടക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. അപ്പോൾ ഞാൻ അന്ന് രാവിലെ വടകര ഭാഗത്തേക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കാക്കാനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറുതായൊരിതല്ലേ, എന്നാൽ പോയി വന്നിട്ട് കാണാം
അപ്പോൾ ഞാൻ പുറപ്പെട്ടും ചെയ്തു. ഇനിയിപ്പോൾ KPM പോയി പോകുമ്പോൾ സമയം നേരം പോകുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ നഞ്ഞ് രാത്രി തിരിച്ച് വരുമ്പോൾ നമുക്ക് കാണാമെന്നുള്ള ആൾക്ക് ഞാൻ പോയി. ഞാൻ ഫോൺ ചെയ്തു അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വെറുതെ റെസ്റ്റിന് അവിടെ നിൽക്കുകയാണെന്നുള്ളത്. അങ്ങനെ ഞാൻ വടകരയിൽ ഒരു കല്യാണ നിക്കാഹിൻ്റെ ചടങ്ങിലാണ്. നിക്കാഹിൻ്റെ ചടങ്ങ് കണ്ടപ്പോൾ എനിക്കൊരു ഫോൺ കോൾ ഇങ്ങനെ വന്നു. മലപ്പുറത്തു നിന്നുള്ള ഒരാൾ വിളിച്ചാൽ, നിങ്ങളെവിടെ? ഞാൻ ഇവിടെ വടകരയാണ്. എന്നാൽ കാക്ക ഇവിടെ ആസ്പത്രിയിൽ എന്തോ ഉണ്ടോ? അപ്പോൾ അയാൾ പിന്നെ ഒന്നും വ്യക്തമാക്കണില്ല. അയാൾ ഫോൺ വെച്ചും ചെയ്തു. പിന്നെയും 1-2 ഫോൺ ഇങ്ങനെ വന്നു, ഇവിടെ ആസ്പത്രിയിലുണ്ടല്ലോ, ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ ആസ്പത്രിയിലൊക്കെ പറഞ്ഞിട്ട് KPM മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ 1-2 വിളിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വേറെ ആരും തിരിച്ച് വിളിച്ചപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവിടെ നിൽക്കാനും ആൾക്കാർ നിൽക്കാൻ കഴിഞ്ഞിരുന്നു, നിൽക്കാനിങ്ങനെ ആൾക്കാരുന്നില്ല. അപ്പോൾ അവരോട് പോയി പെട്ടെന്ന് പറയാൻ വയ്യല്ലോ. അപ്പോൾ ഞാൻ അവരോട് പെട്ടെന്ന് എനിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഞാൻ ഇവിടെ ഇറങ്ങി. അപ്പോഴേക്കും ആളുകളൊക്കെ ഇവരൊക്കെ അറിഞ്ഞിക്കണം. അങ്ങനെ ഞാൻ നേരെ കണ്ട് പോന്നു. അപ്പോൾ എൻ്റെ മോനെ അവിടെ അന്ന് വടകര പഠിക്കുന്നുണ്ടായിരുന്നു, മേമുണ്ടിയിൽ ബോർഡിങ്ങിൽ. അപ്പോൾ മോനെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ എത്തുമ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും, 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അപ്പോഴേ ഞാൻ വരുന്ന വഴിക്കാൻ പിന്നെ കോഴിക്കോട് മുതൽ ഇങ്ങോട്ട് പ്രവാഹമാണ്. കോഴിക്കോട് തൊട്ട് പിന്നെ വണ്ടികളിങ്ങനെ റോഡിൽ ആയി, ഒക്കെ പാണക്കാട്ടുകളിലാണ്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ. അങ്ങനെ വന്നു. ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. ഞാൻ കാരാത്തോട്ടിങ്ങനെ അവിടുന്ന് മറ്റേ റോഡിന് കയറിയിട്ടുണ്ട്. ഇവിടെ റോഡ് ബ്ലോക്കായപ്പോൾ വേറെ ഇവിടെ സ്കൂളിലേക്ക് കയറിയിട്ട് വീട്ടിൽ വന്നു. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ ഇവിടെ കുറേ ആളാണ്. അപ്പോൾ മയ്യത്ത് ഇവിടെ കിടത്തിക്കണം. അപ്പോൾ പിന്നെ മയ്യത്ത് കാണാനാണ് വരുന്നത് ആ സമയത്താണ്. അപ്പോൾ എനിക്ക് വല്ലാതെ പോയി. രാവിലെ ഒന്ന് പോയാൽ മതിയായിരുന്നു, രാവിലെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ മതിയായിരുന്നു. ഞാൻ അപ്പം ഇങ്ങനെ എനിക്ക് ഓർത്തു. രാവിലെ ഞാൻ പിന്നെ രാത്രി കാണാൻ ചോദിച്ചു പോയതാണല്ലോ. അപ്പോൾ രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് പോയാൽ മതിയായിരുന്നു, കാണാമായിരുന്നല്ലോ എന്നൊക്കെ അപ്പം ഇങ്ങനെ വല്ലാതെ ഒരു വേദന ഉണ്ടായി. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഇവിടുന്ന് പിന്നെ മറ ചെയ്ത കാര്യങ്ങളൊക്കെ.